എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ ഈ സാമ്പാർ ഞാൻ തയ്യാറാക്കുന്നത്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഈ സാമ്പാറിനകത്ത് ചേർക്കുന്നില്ല. കുറച്ച് 10-30 ചെറിയ ഉള്ളിയും 3-4 പച്ചമുളകുമാണ് ചേർക്കുന്നത്. പിന്നെ അതിലോട്ട് നമ്മൾ നല്ലതുപോലെ വെളിച്ചെണ്ണ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി അതൊന്ന് നല്ലതുപോലെ എണ്ണ പിടിക്കുന്നതിന് വേണ്ടി കഷ്ണങ്ങളൊന്ന് മാറ്റി വെക്കുന്നു. അതുകൂടാതെ 1 കപ്പ് തുമരയും കൂടെ എടുത്തിട്ടുണ്ട്. ആ തുമരയ്ക്കകത്തും നല്ലതുപോലെ വെളിച്ചെണ്ണ പുരട്ടി തിരുമ്മി വെക്കുന്നുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ സാമ്പാർ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് ഒരു മൺചട്ടി വെച്ച് മൺചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ട് പച്ചമുളകും ഇട്ട് നല്ലതുപോലെ വഴറ്റി എടുക്കുക. കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കുന്നു. ഇതിലേക്ക് ഞാൻ ചൂടാക്കി വെച്ച 2 ഗ്ലാസ് വെള്ളം തയ്യാറാക്കി ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എണ്ണ പുരട്ടി വെച്ചിരുന്ന തുമര അതിലോട്ട് ചേർക്കുകയാണ്. തുമര അതിലോട്ട് ഇട്ടു. അപ്പം വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചതിൻ്റെ നല്ലൊരു മണം ഇപ്പം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പം ഇതിനകത്തോട്ട് 1 കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലതുപോലെ തുമരയും കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇപ്പം നമ്മളിത് മൺചട്ടിക്കകത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണം. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് സാമ്പാർ വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കുറച്ച് ദിവസം നമുക്ക് കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിനകത്തൊന്നും അന്നൊന്നും വെക്കാറില്ല. അങ്ങനെ ഫ്രിഡ്ജും ഇല്ല. ഇങ്ങനെയാണ് മൺകലത്തിലാണ് എല്ലാവരും സാമ്പാർ വെക്കുന്നതും കേടുകൂടാതിരിക്കുന്നതും ഒക്കെ. ഇനി ഞാൻ ഇതിനകത്തോട്ട് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി ഈ പുളിയിൽ കിടന്ന് ഈ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വരണം. ഇപ്പോഴൊക്കെ നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്നത് പല കഷ്ണങ്ങളിട്ടാണ്. 2 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തുള്ളൂ. അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കും. ഇങ്ങനെ വെക്കുന്ന സാമ്പാറാണ് നമുക്ക് ഒരു 4-5 ദിവസത്തേക്ക് ചീത്തയാവത്തേയില്ല. പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറി വെച്ച് വേവുന്നത് പോലെ തന്നെ ഇത് കലത്തിനകത്തും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി താത്തു വെക്കാം. ഇനി ഇതിന് ചേരുവകൾ ചേർക്കാം. ചീനിച്ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക്, ജീരകം, ഉലുവ, അതിട്ടതിന് ശേഷം കുറച്ച് കരിവേപ്പില, കുറച്ച് വറ്റൽമുളക്, അതിന് ശേഷം 2-3 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം ഇത് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ച് ചേർത്ത് നമ്മൾ ആ കറിയിലോട്ട് ചേർക്കണം. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി അല്പം പോലും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർത്താൽ കറി പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കാത്തത്. ഇങ്ങനെയാണ് പണ്ട് കാലത്ത് സാമ്പാർ വെച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു. ഇനി ഈ കൂട്ടെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്നുകൂടെ ഇളക്കി ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഈ സാമ്പാർ നല്ലതുപോലെ നല്ല മണമുണ്ട്, കാണാനും നല്ല നിറവുമുണ്ട്, എല്ലാം കൊണ്ടും നല്ലതാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.